Hello guys, it's me Aadi. Welcome to my YouTube channel. അപ്പോൾ നമുക്ക് ഇത്തവണ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ ഇത്തവണ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ച് കാണിക്കുക എങ്ങനെ വരയ്ക്കുക എന്നൊന്നല്ല. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ കുറച്ച് ടൂൾസും സെറ്റിംഗ്സും ഷോർട്ട് കട്ട്സും ഒക്കെ ഉണ്ട്, ഒരു ഗസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ആക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടൊരു ബിഗിനേഴ്സിന് ഉള്ളൊരു വീഡിയോ ആണ്, കാരണം അവർക്കാണ് കൂടുതൽ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ആവശ്യം. ഓക്കെ, നമുക്കറിയാലോ ഇൻഫിനിറ്റി ഡിസൈൻ ഒരു വെക്റ്റർ ആപ്ലിക്കേഷൻ ആണ്. സോ ഇതിന്റെ ടൂൾസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെങ്കിൽ അത് കാണണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇന്റർഫേസ് ആണ് ഈ കാണുന്നത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ നെയിം ഒന്ന് ട്രിക്സ് ആൻഡ് ടിപ്സ് ഒന്ന് കൊടുക്കുകയാണ്, കാരണം ഒരു വീഡിയോ ജസ്റ്റ് ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ട്രിക്സും ഒക്കെ ഒന്ന് പറയാനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒന്ന് കൊടുത്തു. അപ്പോൾ ഇനി നമ്മളോട് ക്യാൻവാസ് സൈസ് ചോദിക്കും. അപ്പോൾ ആ ഇൻഫിനിറ്റി എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് സൈസ് കൊടുക്കാം. അപ്പോൾ ഞാൻ 4000 × 4000 ആണ് ഹൈറ്റും വിഡ്ത്തും കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനടിയിൽ തന്നെ ഒരു കളർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതെടുക്കണം എന്നുള്ളതാണ്. നമുക്ക് വൈറ്റ് മതി, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കളർ മാറ്റാണ്ട് ക്രിയേറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇൻഫിനിറ്റി ഡിസൈൻ്റെ ക്യാൻവാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് നോക്കാം. നമുക്ക് ഈ ലെയർ പാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലെയർ പാനൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയർ കാണാം. ജസ്റ്റ് ഒന്ന് അതൊന്ന് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പാനൽ കാണാം. അതെങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അധികം പ്രസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അതിൽ ഡ്യൂപ്ലിക്കേറ്റ്, മെർജ്, അതുപോലെ കോപ്പി എന്നുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അതേപോലെ തന്നെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ആവും. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണിത് ഇൻഫിനിറ്റി ഡിസൈനിലെ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു ലെയർ പാനലും കാര്യങ്ങളൊക്കെ ടാബ്ലറ്റ് വരയ്ക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവും. ദെൻ നെക്സ്റ്റ് നമ്മൾ എങ്ങനെ ഒരു കളർ പിക്കർ നമ്മൾ സാധാരണ എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരെ കളർ പാനലിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് കളർ പിക്കർ എടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് എടുക്കുകയാണ്. ഓക്കെ, അഭിമന്യുവിൻ്റെ ഒരു ഇമേജ് എടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ആ ഒരു ഇമേജ് തന്നെ എടുക്കുകയാണ്. അത് ഞാൻ ട്രേസ് കൊടുക്കുകയാണ്. അപ്പോൾ ട്രേസ് കൊടുത്താലുള്ള ഉപകാരങ്ങളും ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. പല വീഡിയോസിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് റീസൈസ് ചെയ്ത് ഞാൻ വെച്ചതിന് ശേഷം ഞാൻ ആ ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ ട്രേസ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഒപ്പാസിറ്റി കുറഞ്ഞിട്ടായിരിക്കും വരാൻ. ഞാനൊരു 100% ഒപ്പാസിറ്റിയിൽ ഇട്ടു. സാധാരണ നമ്മൾ കളേഴ്സ് എങ്ങനെ പിക്ക് ചെയ്യുക, നമ്മൾ കളർ പാനൽ എടുത്തു, എന്നിട്ട് ആ ഒരു കളർ പിക്കർ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ കൊണ്ടുവന്ന് വെക്കുമ്പോൾ കളർ എടുക്കാം. അപ്പോൾ അതിന് പകരം ജസ്റ്റ് ഷോർട്ട് കട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നമുക്ക് ആ കളർ പാനലിൻ്റെ ആ ഒരു റൗണ്ട് കാണാം നമ്മുടെ ടൂൾ പാനലിൽ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ പിക്കർ നമുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ ലെയർ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്കത് കിട്ടും. അപ്പോൾ അതും ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ടൈമിൽ നമുക്ക് എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ കളർ പിക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം നിങ്ങൾക്ക്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കത് സേവ് ചെയ്തിടാം. അതായത് നമുക്കൊരു പുതിയൊരു കളർ പല്ലറ്റ് സേവ് ചെയ്യാം. ഇപ്പം ഞാൻ അതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ഷർട്ടിൻ്റെ കളർ എടുത്തു. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു കളർ, നീല കളർ അവിടെ ആഡായി. അതുപോലെ തന്നെ ഞാൻ ഹെയറിൻ്റെ കളർ എടുത്തു. അതും വീണ്ടും ഞാൻ ആ കളർ പാലറ്റ് എടുത്ത് ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തപ്പോൾ അതും ആഡായി. വേണമെങ്കിൽ നമുക്കിത് സേവ് ചെയ്യാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. ആ കളർ പാലറ്റ് ഞാൻ ജസ്റ്റ് ഒരു നെയിം, എന്തെങ്കിലും ഒരു നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചിത്രം വരച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ട് നല്ലൊരു കളർ പാലറ്റ് ഉണ്ടാക്കിയാൽ നമുക്കത് പിന്നീട് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സേവ് ചെയ്തിടാം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഓപ്ഷൻ കാണാം, ഓപ്പൺ. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത കളർ പാലറ്റ്സ്, ഞാൻ മുമ്പ് സേവ് ചെയ്ത പല കളർ പാലറ്റ്സും അതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. ഇനി ഞാൻ വേറൊരു കളർ പാലറ്റ് മുമ്പ് സേവ് ചെയ്തിരുന്നു, അത് എടുക്കുകയാണെങ്കിൽ എനിക്ക് ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പ് നമ്മൾ ട്യൂട്ടോറിയലിന് വേണ്ടി ചെയ്തതാണ്, ആ ഒരു കളർ പാലറ്റ് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ പാലറ്റ്സ് സേവ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷനാണത്. അത് പലർക്കും അറിയാത്തൊരു ഓപ്ഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ബ്രഷിന്റെ സൈസ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഇതുപോലെയാണ് ഡ്രാഗ് ചെയ്ത് സ്ലൈഡ് ചെയ്തിട്ടാണ് സൈസ് കൂട്ടാറ്. അതിന് പകരം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റോ റൈറ്റോ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ ലോങ് പ്രസ് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്തതിനു ശേഷം ലെഫ്റ്റോ റൈറ്റോ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അടിയിലോട്ട് ഡ്രാഗ് ചെയ്തതിനു ശേഷം ലെഫ്റ്റോ റൈറ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് കൂടിയും കുറഞ്ഞാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതിനിടക്ക് നമുക്ക് ഉള്ളത്. പിന്നെ ഷേപ്പ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻ നമ്മൾ കാണാറുണ്ട്. എന്തിനാണെന്ന് പലർക്കും അറിയില്ല. ആ പേരിൽ തന്നെ ഉണ്ട്, ഷേപ്പ് ഡിറ്റക്ട് ചെയ്യുക. അതായത് നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഞാനത് ഹൈഡ് ചെയ്യാണ്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ലെസ് ഔട്ട് ടൂൾ എടുത്തു. ലെസ് ഔട്ട് ടൂൾ എടുത്ത് ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സാധാരണ നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു അതിൻ്റെ ഔട്ടറൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. കണ്ടോ, ഞാനൊരു സർക്കിൾ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഷേപ്സ് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. നേരെ ഈ ഒരു ഓപ്ഷൻ ഞാൻ ഓൺ ചെയ്തതിനു ശേഷം വരയ്ക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ആ ഷേപ്പ് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്, ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ ഷേപ്പ് ഡിറ്റക്ഷൻ. നമ്മൾ ഔട്ടറൊക്കെ വരയ്ക്കുന്ന ടൈമിൽ സ്റ്റെബിലൈസ് ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമ്മൾ ഈ ടാപ്പ് ടൂളൊക്കെ എടുത്ത് ഔട്ടർ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്റ്റെബിലൈസ് ആയിട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഉള്ള സെറ്റിങ്സിലുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് തീം ചേഞ്ച് ചെയ്യാം. നമുക്കിപ്പോൾ നൈറ്റൊക്കെ വരയ്ക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് തീം ചേഞ്ച് ചെയ്തതിനു ശേഷം ഡാർക്കിലേക്ക് ഇട്ട് വരയ്ക്കാം. അതുപോലെ റൊട്ടേറ്റ് ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്യാം. പലരും അത് ഓഫായിട്ട് എടുക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എനിക്ക് ട്യൂട്ടോറിയൽ കാണുന്ന പോലെ ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അത് കണ്ടോ, എനിക്കിപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു ഓപ്ഷൻ ഓഫാണ്. സോ ആ സെറ്റിങ്സിൽ പോയിട്ട് ജസ്റ്റ് അത് ഓൺ ചെയ്തിട്ടാൽ നമുക്ക് ആ ഒരു ക്യാൻവാസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പലർക്കും ചിലപ്പോൾ പല സൈഡിലേക്ക് അല്ലെങ്കിൽ പല വ്യൂ ആംഗിളിൽ വെച്ചിട്ടായിരിക്കും ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ഡബിൾ ടാപ്പ്, അതുപോലെ ലോങ് പ്രസ് എന്നൊക്കെ ഉള്ളത്. അതായത് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ ഇടണം. ഞാനിപ്പോൾ ഫ്ലിപ്പ് ക്യാൻവാസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇടാണ്. അതായത് നമ്മൾ വരയ്ക്കുമ്പോൾ പലപ്പോഴും ഫ്രീ ഹാൻഡ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് നോക്കും. നമ്മൾ ഇപ്പോൾ ഫ്ലിപ്പ് ക്യാൻവാസിന് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രീ ഹാൻഡ് ചെയ്യുന്ന ഒരാളാണ്, അത് ഫ്ലിപ്പ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിലെ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ സുഖമാണ്. അതൊരു ട്രിക്കാണ്, ഫ്ലിപ്പ് ചെയ്തിട്ട് മിസ്റ്റേക്സ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ പലരും യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്പ് ക്യാൻവാസ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ ജസ്റ്റ് 2 ഫിംഗേഴ്സ് കൊണ്ട് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്യാൻവാസ് നമുക്ക് കറക്റ്റായിട്ട് ഫ്ലിപ്പ് ചെയ്ത് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അഭിമന്യുവിൻ്റെ ആ ഒരു ഇമേജ് ഞാൻ അൺഹൈഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആണോ ഫ്ലിപ്പ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ മിസ്റ്റേക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതും ഒരു ഷോർട്ട് കട്ടാണ്, അതിൽ കൊടുത്തിട്ടുള്ള ഗസ്റ്ററാണ്. അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്നിടയിൽ എപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റെഡ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ റെഡ്യൂ അല്ലെങ്കിൽ അൺഡു ചെയ്യുമ്പോൾ ആ ഒരു സെറ്റിങ്സ് നമുക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ അൺഡു അല്ലെങ്കിൽ റെഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു സ്ക്രീനിൻ്റെ സൈഡിലേക്ക് നമുക്ക് കോർണറിലേക്ക് നമ്മൾ കൈ എത്തിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ഗസ്റ്ററിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ തന്നെ ആ ഒരു ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തിടാം. പലരും ആ ഓപ്ഷൻസ് ഒന്നും യൂസ് ചെയ്യാതായിരിക്കും വരയ്ക്കുന്നത്, അറിയാമെങ്കിലും പലരും യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് വോളിയം കീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞാൻ വേണമെങ്കിൽ അൺഡു റെഡ്യൂ എന്നുള്ള സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാണ്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ വോളിയം റോക്കേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അൺഡു റെഡ്യൂ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് 2-3 ലൈൻസ് ഇട്ടിട്ടുണ്ട്. ആ ഒരു വോളിയം റോക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ അൺഡു റെഡ്യൂ നമുക്ക് ആ ഒരു കീല് തന്നെ. അപ്പോൾ നമുക്ക് വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സൈഡിലൂടെ തന്നെ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ കറക്റ്റായിട്ട് നമുക്ക് അൺഡു റെഡ്യൂ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അൺഡു ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫോർവേഡ് അടിക്കാനും പറ്റും, റെഡ്യൂ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റിങ്സും നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ കളർ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഡ്രാഗ് ചെയ്ത് കളർ പിക്ക് ചെയ്യുന്ന കാണിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇതിലൊരു ലോങ് പ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കളർ പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സെറ്റിങ്സും അതിലുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാം ആ ഒരു ലോങ് പ്രസ് ചെയ്യുന്ന സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് ഡിസ്പ്ലേ ഔട്ട്ലൈൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ പലർക്കും അറിയില്ല അത് എന്തിനാണെന്ന്. അപ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഞാൻ കറക്റ്റ് വരച്ചെടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഔട്ട്ലൈൻ ആയിട്ട് നമുക്കത് വിസിബിൾ ആയിട്ടൊരു ബ്ലൂ കളറിൽ നമുക്ക് കാണും ആ ഒരു ഇമേജ്. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കളർ ഫില്ല് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഔട്ട്ലൈൻസ് കറക്റ്റ് കാണണമെന്നില്ല. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ഈ ഡിസ്പ്ലേ ഔട്ട്ലൈൻസ് എന്ന് പറഞ്ഞ സെറ്റിങ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുമ്പത്തെ ട്യൂട്ടോറിയലിലെ കാര്യങ്ങളോ ഈ ട്രിക്സോ ടിപ്സോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ഹെവി അല്ലെങ്കിൽ ലെങ്ത് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇത്ര ഷോർട്ട് കട്ട്സ് ഒക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾ കുറച്ചും കൂടി ടഫ് വേയിലൂടെ പഠിച്ചാലേ നമുക്ക് പിന്നീട് ഷോർട്ട് കട്ട്സ്
നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുള്ളൂ. സോ നമ്മൾ ആദ്യത്തെ ട്യൂട്ടോറിയൽസിലൊക്കെ സെറ്റിങ്സ് എവിടെയാണോ അല്ലെങ്കിൽ ആ ഒരു ടൂൾ എവിടെയാണോ അവിടെ പോയി എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 3 വേണ്ട അതിലൊരു വേണം ഔട്ട്ലൈൻ വരയ്ക്കാനുള്ള ഞാൻ കാണിച്ചത് ഡിസ്പ്ലേ ഔട്ട്ലൈൻ ഇട്ടിട്ട്. രണ്ടാമത്തെ വേ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമേജിന്റെ ഒപ്പാസിറ്റി കുറച്ചിട്ട് നമുക്ക് വരയ്ക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള വേ നിങ്ങൾക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇമേജിന്റെ ഒപ്പാസിറ്റി കുറച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായ ഒരു ഔട്ടർ പോർഷനിലൂടെ മാത്രം നമുക്ക് വരച്ച് ചെയ്യാം. അല്ലെങ്കിലുള്ള മെത്തേഡാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. ആ ലെയറിൻ്റെ നമ്മൾ വരയ്ക്കുന്ന ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം. അപ്പോൾ കണ്ടോ, വരയ്ക്കുന്ന ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റെഫറൻസ് ഇമേജ് കാണാം. ഇങ്ങനെ 3 വേയിലൂടെ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഏത് പോയിന്റ് ആണോ അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ അങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുക്കാം. പലർക്കും പല രീതിയിലാണ്. അതാണ് ഞാൻ ഈ ഒരു 3 മെത്തേഡ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊന്നും അറിയാത്തവരാണെങ്കിലും കുറേ പേര് അറിയാത്തവരുണ്ടാവും, കുറച്ച് പേര് അറിയുന്നവരുണ്ടാവും. നമ്മളുടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബിഗിനേഴ്സിനാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കുന്നത്. സോ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഗസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇനി ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങളുടെ വർക്ക് സ്പീഡാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി തോന്നുന്നു. ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്തതിനു ശേഷം ആ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ടൂള്. അപ്പോൾ ഞാൻ അതും കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിർത്താം. പലർക്കും ആ ഒരു ടൂളിൻ്റെ യൂസ് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു നമ്മൾ ഇത്ര നേരം ചെയ്തൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഞാൻ എഡിറ്റ് ടൂൾ എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എഡിറ്റ് ടൂള്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ ഒരു ലൈൻ വരച്ചതിന് ശേഷം അതെങ്ങനെ എഡിറ്റ് ചെയ്യാം ആ ഒരു ലൈൻ, അല്ലെങ്കിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു ഔട്ട്ലൈൻ വരച്ചു, അതൊക്കെ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം, അത് സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ അതുമ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തപ്പോൾ എഡിറ്റ് ടൂൾ എടുത്തതിന് ശേഷം ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ്സ് വരും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള, അതായത് നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ ഒരു ബോൾ പെന്നോട് യൂസ് ചെയ്ത് വരച്ചാണെങ്കിൽ നമുക്ക് അതിൽ ബ്രഷിൻ്റെ ചിഹ്നം കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബ്രഷസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു രീതിക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കളേഴ്സും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഹൈഡ്. അതുപോലെ നമുക്ക് കളർ, ഒപ്പാസിറ്റി, നമ്മൾ വരച്ച ബ്രഷിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ സൈസ് കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് അതിൻ്റെ പോയിന്റ് കൂടുകയാണെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം സൈസ് കുറയ്ക്കാനും കൂട്ടാനും അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഫ്രെയിം, ഡിസോർട്ട്, അതുപോലെയുള്ള കുറേ റാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഓരോ ആങ്കർ പോയിന്റ് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഫ്രെയിം ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ യൂസ് ആവണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ പെർസ്പെക്റ്റീവ് അനുസരിച്ച് ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഈ ഒരു ഫ്രെയിം കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ആവാറുണ്ട്. 2 പോയിന്റ് 1 പോയിന്റ് പെർസ്പെക്റ്റീവിലൊക്കെ നമുക്ക് വെക്ടർ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. നമുക്ക് പോർട്രേറ്റ് മാത്രമല്ലാതെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എഡിറ്റ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ ഒരു എഡിറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറേ സെഗ്മെന്റ് ടൂൾ അതുപോലുള്ള ടൂൾസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ടൂൾസ് ആൻഡ് ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റി ഡിസൈൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇൻഫിനിറ്റി ഡിസൈൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്.